ഹലോ ഗായ്സ്, ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധമാണല്ലേ. യുദ്ധം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മുഖത്തുനിന്ന് ചിരി മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. കാരണം നമുക്കറിയാവുന്ന ഒരുപാട് പേര് വിദേശത്ത് ജോലി ചെയ്യുകയാണല്ലേ. അവർക്ക് അവരുടെ ജീവന് സംരക്ഷണമില്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ ജീവൻ ഓരോ നിമിഷം പൊലിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ ആലോചിക്കുമ്പോഴൊക്കെ നമ്മുടെ കണ്ണ് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ. ആ സാഹചര്യത്തിൽ ഓരോ ആൾക്കാർ ആ യുദ്ധത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സ്റ്റോറീസും സ്റ്റാറ്റസും ഇടുകയാണ്. ആ യുദ്ധത്തിന് വലിയ ഹൈപ്പ് കൊടുക്കുകയാണ്. യുദ്ധം നടക്കാത്തടുത്ത് നടക്കട്ടെ എന്നുള്ള രീതിയിലുള്ള ഹൈപ്പാണ് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോട് ഒന്നേ ചോദിക്കാനുള്ളൂ, ഈ കേരളത്തിലുള്ള എത്ര പേരാണെന്നറിയാമോ വിദേശത്ത് ജോലി ചെയ്യാൻ പോയേക്കുന്നത്? അല്ലെങ്കിൽ എത്രയോ പേരുടെ വാഗ്ദാനങ്ങൾ, അല്ലെങ്കിൽ ആ കുടുംബം നോക്കേണ്ട എത്രയോ പേരാണെന്നറിയാമോ വിദേശത്തുള്ള? എത്രയോ പൊടി കുഞ്ഞുങ്ങളുണ്ടെന്നറിയാമോ വിദേശ രാജ്യങ്ങളിൽ? അവർക്കൊക്കെ വേണ്ടി നമ്മൾ സംസാരിക്കേണ്ടടുത്ത് നമ്മൾ ആ യുദ്ധം നടക്കട്ടെ എന്നുള്ള രീതിയിൽ സ്റ്റാറ്റസും സ്റ്റോറി ഇടുമ്പോൾ നിങ്ങളോടൊക്കെ ഒരു കേരളത്തിലെ യുവതി എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പുച്ഛം തോന്നുകയാണ്. ഇതിനെതിരെ നമ്മുടെ സമൂഹം പ്രതികരിക്കണം എന്ന് മാത്രം പറയുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇച്ചിരി കണ്ണീച്ചോരമുള്ളവരൊക്കെ ആ യുദ്ധത്തിനെ സപ്പോർട്ട് ചെയ്യരുത്. സ്റ്റോറീസൊക്കെ നിങ്ങൾ നിർത്തലാക്കണമെന്ന് മാത്രം പറയുകയാണ്.